പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില മാറിമറിയുകയാണ്. വെടിനിർത്തൽ ഉടൻ ഉണ്ടായേക്കുമെന്ന വിലയിരുത്തലാണ് നിലവിൽ സ്വർണ്ണത്തിന് നേട്ടമായതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ആരംഭിച്ച പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇടിയുമോ എന്ന് ഉറ്റുനോക്കിയിരുന്ന ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയാണ് നേരിടേണ്ടി വന്നത്. രാജ്യാന്തര തലത്തിലുണ്ടായ മാറ്റങ്ങളുടെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില മാറിമറിയുകയാണ്. പവന് ഒറ്റയടിക്ക് 1680 രൂപ കൂടി 1,07,440 രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. വെടിനിർത്തൽ ഉടനുണ്ടായേക്കുമെന്ന വിലയിരുത്തലുകളാണ് നിലവിൽ സ്വർണ്ണത്തിന് നേട്ടമായത്. വെടിനിർത്തൽ ഉണ്ടാകുമെന്ന സൂചനകൾക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില താഴ്ന്നതും ഡോളർ ക്ഷീണിച്ചതും സ്വർണ്ണവിലയ്ക്ക് തിരിച്ചുകയറാൻ അനുകൂലമായി. സാധാരണയായി സംഘർഷങ്ങളിൽ സ്വർണ്ണവില കുതിക്കുകയാണ് പതിവ്. എന്നാൽ പശ്ചിമേഷ്യയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ സ്വർണ്ണവില ഇടിയുന്ന ട്രെൻഡ് വിപണിയിലുണ്ടായിരുന്നു. എണ്ണവില വർധന ആഗോളതലത്തിൽ പണപ്പെരുപ്പം കൂടാനും പിന്നാലെ പലിശ നിരക്ക് ഉയർത്താനും കാരണമാകും. ഇതോടെ സ്വർണ്ണവില കുറയുമെങ്കിലും കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ വില താഴ്ന്നത് സ്വർണ്ണത്തിനു കരുത്തായി. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവില $3000 താഴേക്ക് വീണാൽ കേരളത്തിൽ പവന് 1,00,000 കുറവ് വില രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷകൾ നിലനിൽക്കെയാണ് സ്വർണ്ണവില കുതിച്ചുയർന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. കൂടാതെ യുഎസ് ഫെഡറൽ ബാങ്കിന്റെ പലിശ നിരക്കും സ്വർണ്ണവിലയിൽ നിർണായകമാകും. നിലവിലെ പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാൻ യുഎസ് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് അടുത്ത പണനയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില താഴാനുള്ള സാധ്യത കൂടുതലാണ്. വില കൂടിയാലും ഇന്ത്യയുടെ ആഭരണ വിപണിയിൽ ഇപ്പോഴും കയറ്റം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ ആഭരണ കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26% ഉയർന്ന മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആഗോള വിപണിയിലെ ആവശ്യകത വർദ്ധിച്ചതാണ് ഈ മുന്നേറ്റത്തിന് പ്രധാന കാരണം. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി 1,00,000 രൂപ കടന്നത്. 1,01,600 രൂപ നിരക്കിലായിരുന്നു ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വ്യാപാരം. അതിനു പിന്നാലെ ജനുവരി 9-ന് സ്വർണ്ണവില 1,31,160 രൂപ എന്ന സർവകാല റെക്കോർഡിലുമെത്തി. തുടർന്നുള്ള മാസങ്ങളിൽ സ്വർണ്ണവിലയിൽ വൻ ചാഞ്ചാട്ടം ദൃശ്യമായിരുന്നെങ്കിലും സ്വർണം ഇതുവരെ 1,00,000-ന് താഴെ എത്തിയിട്ടില്ല. സ്വർണ്ണവിലയിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ സാധാരണക്കാരെയും ആഭരണ പ്രേമികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.